ബംഗ്ലാദേശിലെ യുവരാഷ്ട്രീയ പ്രവർത്തകൻ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിലെ 2 പ്രധാന പ്രതികൾ കൊലപാതകത്തിനു ശേഷം മേഘാലയ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതായി ധാക്ക മെട്രോപൊളിറ്റൻ പോലീസ്. ദ ഡെയിലി സ്റ്റാറാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. മൈമൻ സിംഗിലെ ഹലൂഘട്ട് അതിർത്തി വഴിയാണ് കൊലപാതകികൾ എന്ന് സംശയിക്കപ്പെടുന്ന ഫൈസൽ കരീം മസൂദും അലംഗീർ ഷെയ്ഖും ഇന്ത്യയിലേക്ക് കടന്നതെന്ന് അഡീഷണൽ കമ്മീഷണർ എസ്.എൻ. നസ്രുൾ ഇസ്ലാം പറഞ്ഞു. DMP മീഡിയ സെന്ററിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് ഇവ വിശദീകരിച്ചത്. ഉസ്മാൻ ഹാദി ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവും ഇന്ത്യയും അവാമി ലീഗിനെയും ശക്തമായി വിമർശിച്ച ആളുമായിരുന്നു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള തെരുവ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ഒരാളായിരുന്നു ഷെരീഫ് ഉസ്മാൻ ഹാദി. ഇത് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പതനത്തിലേക്ക് വരെ നയിച്ചു. പ്രക്ഷോഭത്തെ തുടർന്ന് ഹാദി ഇൻകുലാബ് മഞ്ച എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ആരംഭിക്കുകയും ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. ഡിസംബർ 12-ന് ധാക്കയിൽ വെച്ച് മുഖംമൂടി ധരിച്ച തോക്കുധാരികൾ ഹാദിയുടെ തലയ്ക്ക് വെടിവെച്ചു. പിന്നീട് അദ്ദേഹത്തെ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി. 6 ദിവസത്തിന് ശേഷം ഹാദി മരണത്തിന് കീഴടങ്ങി. ഹാദിയുടെ കൊലപാതകം ധാക്കയിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വ്യാപകമായ ആക്രമണത്തിന് കാരണമായി. ബംഗ്ലാദേശിലെ പ്രധാന പത്രങ്ങളായ പ്രോത്തോമാലോ, ദ ഡെയിലി സ്റ്റാർ എന്നിവയുടെയും സാംസ്കാരിക സംഘടനകളായ ഛായാനാഥ്, ഉദ്ദിജി ശില്പി ഗോഷ്ഠി എന്നിവയുടെയും ഓഫീസുകൾ ജനക്കൂട്ടം തീയിട്ടു. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ് ബംഗ്ലാദേശ് അഭിമുഖീകരിച്ചത്.